രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ CPI-യിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. ചേരിതിരിഞ്ഞുള്ള വിമർശനമാണ് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നടന്നത്. ആദ്യ ദിനം PP സുനീറിനെതിരെ കാനം വിരുദ്ധ പക്ഷം ആസൂത്രിത വിമർശനം നടത്തി. PP സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു. പിന്നാലെ VS സുനിൽകുമാറിനെ സംഘടിതമായി കടന്നാക്രമിച്ച് കാനം പക്ഷം രംഗത്തെത്തി. ആത്മസുഹൃത്തുക്കൾ എന്ന് കരുതുന്നവരുടെ സ്നേഹം എത്രയെന്ന് മനസ്സിലായി എന്നായിരുന്നു VS സുനിൽകുമാറിനെതിരെ PP സുനീറിന്റെ ഒളിയമ്പ്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണിപ്പോൾ ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്? ആരൊക്കെ ഏതു പക്ഷത്ത് നിലയുറപ്പിച്ചു? സ്മൃതി, 2 ദിവസമായി നടന്ന CPI-യുടെ സംസ്ഥാന കൗൺസിലിൻ്റെ പ്രധാന അജണ്ട തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അവലോകനമായിരുന്നെങ്കിലും ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായും നിറഞ്ഞു നിന്നത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളായിരുന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറിനെ തിരഞ്ഞെടുത്തതിനെതിരെ ചേരിതിരിഞ്ഞുള്ള വിമർശനമാണ് നടന്നത്. ആദ്യ ദിവസം സംസാരിച്ച ഏതാണ്ട് കാനം വിരുദ്ധപക്ഷത്തെ ആളുകളെല്ലാം ഈ PP സുനീറിനെ രാജ്യസഭാംഗമാക്കിയതിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചു. ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള സമീപനമാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. PP സുനീറിനല്ലായിരുന്നു പോകേണ്ടത്, മുതിർന്ന നേതാവായ K പ്രകാശ് ബാബുവിനെയായിരുന്നു രാജ്യസഭയിലേക്ക് അയക്കേണ്ടതെന്നായിരുന്നു VS സുനിൽകുമാർ അടക്കമുള്ളവരുടെ ആവശ്യം. KK ശിവരാമൻ, VS സുനിൽകുമാർ തുടങ്ങിയ നിരവധി ആളുകൾ ഈ അഭിപ്രായം ഉന്നയിച്ചു. എന്നാൽ ഒപ്പം തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സെൻറ്ററും പരാജയമാണെന്നും അത് പൊളിച്ചെഴുതണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നതോടുകൂടി ഇതൊരു സംഘടിതമായ കാനം വിരുദ്ധപക്ഷത്തിൻ്റെ നീക്കമായി പഴയ കാനം പക്ഷം വിലയിരുത്തി. അങ്ങനെയാണ് 2ാം ദിവസം സംസാരിച്ച എല്ലാവരും കാനം വിരുദ്ധപക്ഷത്തിനെതിരെ ശക്തമായ ഒരു ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് PP സുനീറിന് വേണ്ടി സംസാരിക്കുന്ന മറുപടി പറയുന്ന VS സുനിൽകുമാറിനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് വന്നത്. VS സുനിൽകുമാറിനെ ഏറ്റവും ശക്തമായി ആക്രമിച്ചത് AYF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് N അരുണും കോട്ടയത്തു നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗം സുശീലനുമായിരുന്നു. അരുൺ പറഞ്ഞത് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുശീലൻ പറഞ്ഞത് ഈ 6 തവണ MLA-യും പിന്നീട് 7ാം തവണ മത്സരിച്ച് തോറ്റ ആളുമായ ഒരാളെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു. അന്ന് ഈ രാജ്യസഭാംഗത്തിന് കയ്യടിയും പിന്തുണയും കൊടുത്തവരാണ് ഇപ്പോൾ സുനീറിനെ കുറ്റം പറയുന്നത്. സുനീർ ഒരു സ്ഥാനവും ഇതുവരെയും നേടിയിട്ടില്ല, എല്ലാ കാലത്തും പാർട്ടി പറഞ്ഞത് അനുസരിച്ചിട്ടേ ഉള്ളൂ എന്നായിരുന്നു സുശീലൻ്റെ പ്രതികരണം. N അരുൺ പറഞ്ഞത് 40 വയസ്സിന് മുമ്പ് MLA ആവുകയും 50 വയസ്സിന് മുമ്പ് മന്ത്രിയായ ചെയ്ത സുനിൽകുമാറാണ് സുനീർ ഇപ്പോഴും ചെറുപ്പമാണെന്ന് പറഞ്ഞതെന്നായിരുന്നു. ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും ഉണ്ടായ ഒരു വിഷയമായി ഇത് രാജ്യസഭാ സീറ്റ് നിർണ്ണയം മാറി. എന്തായാലും CPI-യിൽ നേരത്തെ തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഉരുണ്ടുകൂടിയ വിഭാഗീയതയുടെ കനലുകൾ വീണ്ടും ആളിക്കത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത്. 2008-ൽ ഇതുപോലെ രാജ്യസഭയിലേക്ക് MP അച്യുതനെ നിശ്ചയിച്ചതായിരുന്നു നിർണായകമായി മാറിയത്. അന്ന് കാനം CK ചന്ദ്രപ്പനും വെളിയം ഭാർഗവനെതിരായ നീക്കത്തിന് തുടക്കമിടുന്നത് ആ രാജ്യസഭാ സീറ്റ് നിർണ്ണയത്തോടു കൂടിയായിരുന്നു. അതിൻ്റെ തനിയാവർത്തനമാണോ ഇപ്പോഴും സംഭവിക്കുന്നതെന്നാണ് ഇനി അറിയാനുള്ളത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.